ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കപ്പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഓട്ടോമൊബൈൽ കമ്പനിയെ പറ്റിയാണ്. ആക്ച്വലി കമ്പനിയെ പറ്റിയൊന്നല്ല ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അവരുടെ രണ്ട് പ്രൊഡക്ട്സിനെ പറ്റിയാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ സെഡാൻസിൻ്റെ ഡിമാൻഡ് ഡേ ബൈ ഡേ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. കാരണം ഓരോ മാസവും നിങ്ങൾ ഓരോ സെഡാൻ്റെ സെയിൽസ് എടുത്ത് നോക്കിയാലും എപ്പോഴും ആ ഒരു ഗ്രോത്ത് പെർസെൻറ്റ് ഉണ്ടാവില്ല, മിക്കവാറും ഡീ ഗ്രോത്ത് തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. അതുമാത്രമല്ല, ഏതൊരു സെഡാൻ്റെ സെയിൽസ് എടുത്താലും എല്ലാം തന്നെ 2000 അല്ലെങ്കിൽ 3000 വളരെയധികം താഴെയാണ്. ചില സെഡാൻസ് 1000 താഴെയാണ് സെയിൽസ് വരുന്നത്. ഈവൻ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്പർ 1 സെയിൽസ് ഉള്ള കാർ മേക്കറായ മാരുതി സുസുക്കിയുടെ സിയാസ് വരെ 1000 താഴെയാണ് പല മാസങ്ങളായിട്ട് ഇപ്പോൾ സെയിൽസ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സെഡാൻസിൻ്റെ മാർക്കറ്റ് ഇന്ത്യയിൽ നിന്ന് പതുക്കെ ഇല്ലാതായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. പക്ഷേ എന്നാൽ പോലും 2022 നമുക്ക് വേണ്ടി, അതായത് ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടി 2 പുതിയ സെഡാൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. ഇനി ഏതായി കമ്പനി എന്നായിരിക്കും? ഇത് മറ്റു കമ്പനിയൊന്നുമല്ല, Volkswagen ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, Volkswagen ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഒറ്റൊരു കമ്പനിയൊന്നുമല്ല, ഒരുപാട് കമ്പനീസ് ആണ് ഇവർ. അതായത് Volkswagen ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ ഒരുപാട് കമ്പനീസ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം 10-14 കമ്പനീസോളം ഈ Volkswagen ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ Volkswagenൻ്റെ തന്നെ അണ്ടറിൽ വരുന്ന ഒരു മെയിൻ കമ്പനിയാണ് ഇന്ത്യയിലെ മാസ് മാർക്കറ്റ് കാർ മേക്കറായ സ്കോഡ മാത്രമൊന്നുമല്ല, ഇവരുടെ തന്നെ അണ്ടറിൽ വരുന്നതാണ് പല പ്രീമിയം കാർ മേക്കേഴ്സും അതുപോലെ തന്നെ പല സ്പോർട്സ് കാർ മേക്കേഴ്സും ഒക്കെ ആയ പോർഷെ, ലംബോർഗിനി, ബുഗാട്ടി, പിന്നെ ട്രക്ക് മേക്കേഴ്സായ മാൻ, സ്കാനിയ, ഇങ്ങനെ ഒരുപാട് കമ്പനീസ്, ഔഡി, ഇതൊക്കെ ഇവരുടെ അണ്ടറിൽ തന്നെ വരുന്ന കമ്പനീസാണ്. ഞാനെല്ലാം പറഞ്ഞിട്ടില്ല, പക്ഷെ എന്നാലും ഇനിയും കുറച്ചും കൂടെ ഉണ്ട്. എനിവേ Volkswagen ഗ്രൂപ്പിൻ്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാതെ നമുക്ക് ഈ 2 സെഡാൻസിലേക്ക് വരാം. ഈ 2 സെഡാൻസ് എന്ന് പറയുമ്പം ഇത് ഇന്ത്യയിൽ അഗെയിൻ സെഗ്മെൻറ്റിൻ്റെ ഒരു സെയിൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഓരോ ദിവസവും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സി സെഗ്മെൻറ്റ് സെഡാൻ കാറ്റഗറിയിലേക്കാണ് ഈ 2 സെഡാൻസും വരാൻ പോകുന്നത്. പിന്നെ 2 സെഡാൻസ് എന്ന് പറയുമ്പം ആദ്യത്തേത് Volkswagenൻ്റെ തന്നെ സെഡാനാണ്, രണ്ടാമത്തെ സെഡാൻ സ്കോഡയുടെ ഭാഗത്തു നിന്ന് വരുന്ന സെഡാനാണ്. പക്ഷേ 2 വാഹനങ്ങളുടെയും കമ്പനീസ് ഇന്ത്യയിൽ വ്യത്യസ്തമാണ്. അതായത് അവരുടെ സെയിൽസ് യൂണിറ്റും അതുപോലെ ഷോറൂംസും സർവീസ് സെൻറ്റേഴ്സും ഒക്കെ വ്യത്യാസമുണ്ടെങ്കിലും ബേസിക്കലി സെയിം പാർട്സ് തന്നെ ഷെയർ ചെയ്യുന്ന 2 കമ്പനീസാണ് ഇന്ത്യയിൽ. ഇപ്പോൾ ഈ 2 സെഡാൻസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഈ 2 സെഡാൻസും ശരിക്കും ബേസ് ചെയ്യാൻ പോകുന്നത് അവർ കുഷാക്കും അതുപോലെ ടൈഗണും ഒക്കെ ലോഞ്ച് ചെയ്ത MQB A0iN എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ്. ഇനി അതിൽ തന്നെ എടുക്കുകയാണെങ്കിൽ 2 സിമിലർ ആയിട്ടുള്ള എഞ്ചിൻ ഓപ്ഷൻസും ആയിരിക്കും ഈ 2 സെഡാൻസിലും വരാൻ പോകുന്നത്. അതായത് നമ്മൾ കുഷാക്കിലൊക്കെ കണ്ട ഒരു 1 ലിറ്റർ ടർബോ TSI ഉണ്ടാവും. ആ സെയിം പവർ ഫോമാറ്റിൽ വരികയാണെങ്കിൽ 115 PS പവറും 178 Nm ടോർക്കും ആയിരിക്കും വരാൻ പോകുന്നത്. പിന്നെ ഇപ്പോൾ കുഷാക്കിലുള്ളതുപോലെ തന്നെ അതുപോലെ ടൈഗണിലുള്ളതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കും ഉണ്ടാവും. അതായത് 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ഉണ്ടാവും, 6 സ്പീഡ് മാനുവലും ഉണ്ടാവും. അതുപോലെ തന്നെ വേറൊരു എഞ്ചിൻ ഓപ്ഷനാണ് ഇവരുടെ തന്നെ 1.5 ലിറ്റർ ടർബോ TSI. അതിന് മാക്സിമം പവർ പറയുകയാണെങ്കിൽ 150 PS, മാക്സിമം ടോർക്ക് വരുന്നത് 250 Nm ആണ്. ശരിക്കും ഇപ്പോൾ ഇന്ത്യയിലുള്ളതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് മോസ്റ്റ് പവർഫുൾ എഞ്ചിനാണ് ഈ ഒരു സി സെഗ്മെന്റ് വാഹനങ്ങളുടെ കാറ്റഗറി എടുക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ ഈ സബ് 4 മീറ്റർ കോമ്പാക്ട് SUVസും അബോവ് 4 മീറ്റർ കോമ്പാക്ട് SUVസും കാറ്റഗറി എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് നമ്മുടെ റെനോയുടെ 1.3 ലിറ്റർ എഞ്ചിനാണ്. റെനോയുടെ അല്ല, ആക്ച്വലി റെനോ, മിറ്റ്സുബിഷി, നിസാൻ, 3 കമ്പനീസ് ഉപയോഗിക്കുന്ന ഒരു എഞ്ചിനാണ്. അത് അവർ മാത്രമല്ല, ആക്ച്വലി മെർസിഡീസ് ബെൻസ് അവരുടെ A ക്ലാസ്സിലൊക്കെ ഉപയോഗിക്കുന്ന 1.3 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. ഇത് 156 PS ആണ് ഇതിന് മാക്സിമം പവർ വരുന്നത്. സോ പവറിൽ നമ്മുടെ Volkswagenൻ്റെ 1.5 ലിറ്റർ എഞ്ചിനേക്കാളും ഏകദേശം 6 PSോളം പവർ ഇതിന് കൂടുതലാണ്. ബട്ട് ദാറ്റ് ഡസന്റ് മാറ്റർ. Volkswagenൻ്റെ എഞ്ചിനും ഇനീഷ്യൽ ലാഗ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഡ്രൈവിംഗ് വേസ് അടിപൊളി തന്നെയാണ്. ഇതിലും വരാൻ പോകുന്നത് അവരുടെ DQ200 എന്ന് പറയുന്ന 7 സ്പീഡ് DCT ഓട്ടോമാറ്റിക് ആയിരിക്കും. പിന്നെ ഒബിയസ്ലി 6 സ്പീഡ് മാനുവൽ അവൈലബിൾ ആയിരിക്കും. ഇതൊക്കെയാണ് ഈ 2 വാഹനങ്ങളുടെയും അടിത്തറയെ പറ്റിയും അതുപോലെ ഈ വാഹനത്തിന്റെ ഹൃദയത്തെ പറ്റിയൊക്കെ പറയാനുള്ളത്. ഇനി ഇതിന്റെ ഒരു മെയിൻ കോമ്പറ്റീറ്റേഴ്സിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഹോണ്ട സിറ്റി, ഹുണ്ടൈ വെന്യൂ, സിയാസ്, ഇങ്ങനെ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഈ ഒരു സെഗ്മെന്റിലുണ്ട്. ഇപ്പോൾ നിലവിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 4 മുതൽ 5 വാഹനങ്ങളാണ് ഈ ഒരു സെഗ്മെന്റ് വരുന്നത് എന്നത്. മിക്കവാറും വരും കാലങ്ങളിൽ കുറച്ചും കൂടി ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ടൊയോട്ട അവരുടെ യാരിസ് എന്ന് പറയുന്ന വാഹനത്തിന്റെ പ്രൊഡക്ഷനൊക്കെ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ്. അത് മിക്കവാറും അവർക്ക് ആ ഒരു സിയാസിന്റെ റീബാഷ്ഡ് മോഡലായിട്ടുള്ള ബെൽറ്റ വേറൊരു പേരിൽ അവതരിപ്പിക്കാനായിരിക്കും. അതായത് ബെൽറ്റ എന്ന പേരിൽ അവതരിപ്പിക്കാനായിരിക്കും സിയാസ്. എന്തായാലും യാരിസിന്റെ പ്രൊഡക്ഷൻ അവർ നിർത്തി കഴിഞ്ഞു. പിന്നെ Volkswagenൻ്റെ ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ റാപ്പിഡിന്റെയും വെൻഡോയുടെയും കേസ് എടുക്കുകയാണെങ്കിൽ ആക്ച്വലി റാപ്പിഡിന് മോശമില്ലാത്ത സെയിൽസ് ലഭിക്കുന്നുണ്ട്. റാപ്പിഡിന് എനിക്ക് തോന്നുന്നു എല്ലാ മാസവും 500-ന് മുകളിലൊക്കെ സെയിൽസ് ഇപ്പോൾ ലഭിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന്. ഇപ്പോൾ കുറച്ച് കാലത്തിന് ശേഷമാണ് റാപ്പിഡിൻ്റെ സെയിൽസ് വീണ്ടും കുറച്ചൊക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ആവാൻ തുടങ്ങിയത്. പക്ഷേ വെൻഡോയുടെ സെയിൽസ് ഇപ്പോഴും വളരെ മോശം തന്നെയാണ്. 150 മുതൽ 250 ഒക്കെ ഇടയിലാണ് വെൻഡോയുടെ എല്ലാ മാസവും സെയിൽസ് വരുന്നത്. ചിലപ്പോൾ കുറച്ച് വില കൂടുതലായതുകൊണ്ടായിരിക്കാം. എന്തായാലും റാപ്പിഡിൻ്റെ ഒരു ബേസ് മോഡലായ റൈഡർ വേരിയൻ്റ് ആണ് ശരിക്കും ഏറ്റവും അധികം വാല്യൂ ഫോർ മണി എന്ന് പറയാൻ പറ്റുന്നത്. ഏകദേശം 7.8 to 7.99 lakh rupees-നാണ് ഈ വാഹനത്തിൻ്റെ ഒരു ബേസ് സ്പെക് റൈഡർ വേരിയൻ്റ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി ടോപ്പ് സ്റ്റൈൽ വേരിയൻ്റ് അതുപോലെ മോണ്ടെ കാർലോ വേരിയൻ്റ് ഒക്കെ ഓൺ റോഡ് വരുമ്പോൾ എന്തായാലും 15 ലക്ഷത്തിനൊക്കെ മുകളിൽ പോകുന്നുണ്ട്. ഇനി ഈ പുതിയ സെഡാൻ വരുവാണെങ്കിലും ഇതിൻ്റെ പ്രൈസ് അവർ ശരിക്കും പറഞ്ഞിരിക്കുന്നത് പ്രൈസ് അല്ല, ആക്ച്വലി ഇതിൻ്റെ ഒരു സെഗ്മെൻറ്റും സൈസും ഒക്കെ ഇപ്പം നിലവിലുള്ള റാപ്പിഡിനെയും വെൻഡോയെക്കാളും ഒക്കെ കുറച്ചും കൂടെ മുകളിലായിരിക്കും എന്നാണ് നിലവിൽ അവർ പറഞ്ഞിരിക്കുന്നത്. അതാകുമ്പോൾ സെഗ്മെൻറ്റും അതുപോലെ സ്പേസും ഒക്കെ കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ഇപ്പോൾ നമ്മൾ ടൈഗണും കുഷാക്കും ഒക്കെ എടുത്താൽ തന്നെ അതിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ക്യാബിൻ സ്പേസ് ഒക്കെ അവൈലബിൾ ആണ്.
പ്രത്യേകിച്ച് ഈ രണ്ട് വാഹനത്തിൻ്റെയും ആ റിയർ സീറ്റ്, അതായത് സെക്കൻഡ് സീറ്റ്സിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ആ ഫ്രണ്ടിലത്തെ സീറ്റ്സിൻ്റെ താഴേക്കൊക്കെ നമ്മുടെ കാല് നമുക്ക് സുഖമായിട്ട് നീട്ടി വെക്കാൻ പറ്റും. അപ്പോൾ അതും സ്പേസിൻ്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാത്തൊരു ഫീച്ചറാണ്. അതൊക്കെ ഇതിലും വരികയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്യാബിൻ സ്പേസ് തന്നെ ഒരു സെഗ്മെൻറ്റിൽ ഈ വാഹനങ്ങൾ രണ്ടും ഓഫർ ചെയ്യും. എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഹോണ്ട സിറ്റിയിലുള്ള അത്രയും ക്യാബിൻ സ്പേസ് ഉണ്ടാവുമെന്ന്. പക്ഷെ എന്നാലും നമ്മളിപ്പം വെർണ അതുപോലെ സിയാസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സിയാസിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. വെർണയിലും അതുപോലെ ഇപ്പം നിലവിലുള്ള റാപ്പിഡിലാണെങ്കിലും വെൻറ്റുവിലാണെങ്കിലും സ്പേസ് കുറച്ച് കമ്മിയാണ്. എന്തായാലും അതൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരും. അതായത് അതിൽ നിന്നൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും വരും. ഇനി പെട്ടെന്ന് ഈ രണ്ട് വാഹനങ്ങളുടെയും എക്സ്പെക്റ്റഡ് ഫീച്ചേഴ്സ് പറഞ്ഞു പോകാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏകദേശം കുഷാക്കിലും ടൈഗണിലും ഉള്ളതുപോലൊക്കെ തന്നെ ആയിരിക്കും ഈ രണ്ട് വാഹനങ്ങളുടെയും ഫീച്ചേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് വരാൻ പോകുന്നതെന്ന്. അതായത് മിക്കവാറും ഇതിലുള്ള ഒരു 10 ഇഞ്ചസിന് ടച്ച് സ്ക്രീൻ ഫോർട്ടീൻ സിസ്റ്റം അവൈലബിൾ ആയിരിക്കും. അതുപോലെ ഓട്ടോ AC ആണെങ്കിലും ഏകദേശം ആ ഒരു കൺട്രോൾ പാനൽ തന്നെ വരാനാണ് സാധ്യത. അതായത് ആ ഒരു ടച്ച് പാനൽസ്. പിന്നെ സ്കോഡയുടെ ടിപ്പിക്കൽ ഇപ്പോൾ കുഷാക്കിൽ വന്ന ഒരു സ്റ്റിയറിംഗ് വീല് തന്നെയായിരിക്കും വരാവുന്നത്. അതുപോലെ ഫോക്സ്വാഗൻ്റെ ആണെങ്കിൽ ഇപ്പോൾ ടൈഗണിൽ വന്ന സ്റ്റിയറിംഗ് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഇതിലാണെങ്കിലും സ്റ്റിയറിംഗ് മോഡ്, ഓഡിയോ കൺട്രോൾസ് അവൈലബിൾ ആണ്, ക്രൂസ് കൺട്രോൾ അവൈലബിൾ ആണ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് രണ്ട് വാഹനങ്ങൾ അവൈലബിൾ ആണ്, കീലെസ് എൻട്രി അവൈലബിൾ ആണ്. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ്. ഇപ്പോൾ ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ട്, വയർലെസ് ചാർജിംഗ് ഉണ്ട്, അതുപോലെ സൺറൂഫ് ഉണ്ട്. സൺറൂഫ് പക്ഷേ എനിക്ക് ചെറിയൊരു സംശയമില്ലാതില്ല. കാരണം ഇപ്പം സ്കോഡയുടെ ഒക്ടാവിയ പുതിയത് ഇറങ്ങിയായിരുന്നു, ഫോർജൻ ഒക്ടാവിയ ഇറങ്ങിയായിരുന്നു, അതിലും സൺറൂഫ് ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ വരാൻ പോകുന്ന മോഡലിൽ സൺറൂഫ് വരുമില്ല എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. പക്ഷേ എന്തായാലും ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഈ രണ്ട് വാഹനങ്ങളെ പറ്റി. മെയിൻ നമ്മൾ കൈ കൊടുക്കേണ്ടത് ശരിക്കും Volkswagen ഗ്രൂപ്പിനാണ്. കാരണം ഇത്രയധികം സെയിൽസ് വോളിയം കുറഞ്ഞ ഒരു സെഗ്മെൻറ്റിലേക്ക് ഇവർ രണ്ട് പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാമെന്ന് പറയുമ്പം അത് ശരിക്കും ഒരു വലിയൊരു പ്രൊസീജിയറാണ്. കാരണം ഒരു വാഹനം ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുമ്പം അതൊരു വലിയ പ്രോസസ്സാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് വേണ്ടി ഒരു വാഹനം ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുമ്പം. അതല്ലാതെ അവർക്കിപ്പം പുറത്ത്, അതായത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്നുള്ളൊരു വാഹനം എടുത്ത് ഡയറക്റ്റ് ഇന്ത്യയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഒരുപാട് പരിമിതികൾ വരും. അതുകൊണ്ട് എന്തായാലും അവർ അങ്ങനെ ചെയ്യില്ല. പിന്നെ പ്രൈസും വളരെ വളരെ കൂടുതലായിരിക്കും. ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളൊക്കെ ഇവിടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ഒരു ഡബിൾ ടാക്സ് സിസ്റ്റവും അതുപോലെ ഒരുപാട് ടാക്സേഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വില ഏകദേശം 2 ഇരട്ടിയിലും കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. ഈ വാഹനങ്ങളുടെ ശരിക്കുള്ള വിലയേക്കാളും ഏകദേശം 60% നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ടാക്സ് എടുത്തിട്ടാണ് ഇവിടെ വാഹനം വിൽക്കാൻ സമ്മതിക്കുന്നത്, അതായത് കമ്പനീസിന്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ശരിക്കും സെയിൽസ് അധികം കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ടും സെഡാൻസ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുമ്പം അത് ശരിക്കും അവരൊരു ചെയ്യുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. ഇനിയിപ്പം സെഡാൻസിൻ്റെ മാർക്കറ്റ് ഫ്യൂച്ചറിൽ ഡെവലപ്പായി വരുമെന്ന് നമുക്കറിയില്ല. പക്ഷേ എന്തായാലും അവർ ഇങ്ങനൊരു സെഡാൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ശരിക്കും അവർക്ക് വേണമെങ്കിൽ കോമ്പാക്ട് SUVസിലൊക്കെ ഫോക്കസ് ചെയ്യാമായിരുന്നു. പക്ഷേ അവർ ചെയ്തില്ല. അതിന് പകരം 2 സെഡാൻസ് ആണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോമ്പാക്ട് SUVസും വരും കേട്ടോ. അതെന്തായാലും അടുത്ത വർഷം ഉണ്ടാവില്ല എന്ന് മാത്രം. ഇനി ഈ Volkswagen പറഞ്ഞിരിക്കുന്ന വെച്ച് പറയുകയാണെങ്കിൽ Volkswagen ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുന്നത് ഈ വെൻറ്റോ റീപ്ലേസ്മെൻ്റ് ആയിട്ടുള്ള ഈ സെഡാൻ്റെ ലോഞ്ച് ഏപ്രിലിൽ നടക്കുമെന്നാണ്. അതായത് 2022 ഏപ്രിൽ ഈ വാഹനത്തിൻ്റെ ലോഞ്ച് നടക്കും. മിക്കവാറും ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ചൊക്കെ ആയിട്ട് അവർ ഈ വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെയാണ്. അതാണ് അവരുടെ ഇപ്പോൾ ഏർലി സ്റ്റേജ് അല്ലെങ്കിൽ ഏർലി ഡെവലപ്മെൻറ്റ് പ്ലാൻസ് എന്ന് പറയുന്നത്. ഇതിപ്പം ഞാൻ പറഞ്ഞതല്ല, അവർ തന്നെ ഒഫീഷ്യലായിട്ട് പറഞ്ഞതാണ്. കാര്യം നമ്മൾ ശരിക്കും എത്രയൊക്കെ SUVസിനെ പൊക്കി പറഞ്ഞാലും ഒരു സെഡാൻ ഓടിക്കുന്നതിൻ്റെ ഒരു ഡ്രൈവിംഗ് ഫീലിൽ എന്തായാലും വളരെയധികം വ്യത്യാസമുണ്ട്. കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി താഴ്ന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി വളരെ നല്ലതാണ്. പിന്നെ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ സെഡാൻസിലൊക്കെ ഇഷ്ടം പോലെ സ്പേസും വരുന്നുണ്ട്. അതുകൊണ്ട് ശരിക്കും ഈ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഒരു ഇഷ്യൂ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സെഡാൻസ് ശരിക്കും എല്ലാം തികഞ്ഞ ഒരു സെഗ്മെൻ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ ഇന്ത്യൻ റോഡ് കണ്ടീഷൻസ് ശരിക്കും വളരെ മോശമായതുകൊണ്ടാണ് ഈ പല ആളുകളും പുതിയൊരു വാഹനം എടുക്കാൻ പോവുകയാണെങ്കിൽ കോമ്പാക്ട് SUVസിലേക്കും മിഡ് സൈസ് SUVസിലേക്കും ഒക്കെ ആദ്യം തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കുമെന്ന്. കാരണം ഈ വെൻറ്റോ റീപ്ലേസ്മെൻറ്റ്, റാപ്പിഡ് റീപ്ലേസ്മെൻറ്റ് എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിലും ഇത് ശരിക്കും കൃത്യമായിട്ടുള്ള ഒരു റീപ്ലേസ്മെൻറ്റ് സെഡാനാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ പേരൊക്കെ വ്യത്യാസമായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈസിലൊക്കെ വ്യത്യാസങ്ങൾ കാണും. അതുകൊണ്ട് ഒരു പ്രോപ്പർ റീപ്ലേസ്മെൻറ്റ് സെഡാനാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. മിക്കവാറും അതിന് മുകളിലുള്ള സെഗ്മെൻറ്റിലേക്കായിരിക്കും അവർ ഈ വാഹനങ്ങൾ രണ്ടും പ്ലേസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഗൈസ്, ഇനി കൂടുതൽ വലിച്ചു നീട്ടാതെ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. എന്തായാലും സെഡാൻസിൻ്റെ മാർക്കറ്റ് തിരിച്ചു വരണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. എനിവേ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് അതോൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെച്ചേക്കുക. അപ്പോൾ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.